ഗായ്സ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയും ഇറച്ചിക്കറിയാണ്. ഉസ്താദിന് ഭക്ഷണം ഉണ്ടായിരുന്നു രാവിലത്തെ. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. അതിലേക്ക് ഒരു മുട്ട ഉടച്ച് പാരി. അപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ല സ്മൂത്ത് വരും ചപ്പാത്തിക്ക്. അപ്പോൾ ഒരു മുട്ടയും കൂടി കോഴിമുട്ടയും കൂടി അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് പൊടിയിട്ട് ആട്ടപ്പൊടി ഇട്ടു. ആവശ്യത്തിന് കുറച്ച് മൈദയും ഇട്ട് കൊടുത്തു. 6 ആൾക്കുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ 6 ആൾക്കുള്ള ഭക്ഷണം അതിൻ്റെ ഒപ്പം നമ്മളെ വീട്ടിൽ 4 ആൾക്കും. അന്നേരം 10 ആൾക്കുള്ള ചപ്പാത്തിക്കാണ് ഇപ്പോൾ കുഴക്കുന്നത്. അപ്പോൾ 3/4 കിലോ ആട്ടി ഇട്ടിട്ടുണ്ട്, 1/4 കിലോ മൈദ ഇട്ടു. എന്നിട്ട് അങ്ങനെ 1 കിലോ തേച്ചിട്ട് കുഴച്ചെടുത്തു. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കുഴച്ചെടുത്ത് 1 മണിക്കൂർ നമുക്ക് 1-1.5 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നെയ്ത് തടവിയ ശേഷം ഒന്ന് പൊത്തി വെക്കാം. ഇതൊന്ന് പാത്രത്തിലൊന്ന് നെയ്ത് തടവിയ ശേഷം ഒന്ന് പൊത്തി വെക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റിയ ശേഷം കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 തക്കാളി കട്ട് ചെയ്തിട്ടു. 1 പച്ചമുളക് ഇട്ടു. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കുത്തിയത് തോല് കളഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുത്തിയാൽ നല്ലോണം തോല് പൊളഞ്ഞ് കിട്ടും. അപ്പോൾ തോലെല്ലാം കളഞ്ഞ ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കരിയാമ്പില, മല്ലിയില എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തു. മല്ലിയിലയും കരിയാമ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിൽ ഒരു തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഇതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ടു. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. 3-4 അല്ലി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് 8 പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു തേങ്ങയ്ക്ക്. അപ്പോൾ ഇതിലേക്ക് ഒതുക്കിയ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വറുത്ത് കിട്ടണമെന്നില്ല. ഒന്ന് പച്ചമുളകിൻ്റെ ചുവ മാറുന്നവരെ ഒന്ന് വറുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം വറുക്കണമെന്നില്ല, ഇത്രയും മതി. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത ശേഷം ഇതൊന്ന് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തി നമുക്കൊന്ന് പരത്തി ഓയിൽ ഒഴിച്ച് നമുക്ക് 4 കോണുകളാക്കി നമുക്ക് പരത്തി വെക്കാം.
പൂരീൻ്റെ വലിപ്പത്തിൽ പരത്തിയ ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് തടവിയ ശേഷം 4 മടക്കി കുറച്ച് പൊടി ഇട്ട് അതിലേക്ക് മടക്കി അട മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ ചപ്പാത്തികളും എല്ലാ ഉരുളകളും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാം. ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നല്ല സ്മൂത്തും നല്ല രാവിലെ വരെ പിറ്റേന്ന് രാവിലെ വരെ നല്ല പതം ഉണ്ടാവും. നല്ല കട്ട് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെന്ത ഇറച്ചിയിലേക്ക് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും മാറ്റണമെന്നില്ല, കറക്റ്റ് വെള്ളമായിരുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ച അരവൊന്നും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സി കഴുകിയ വെള്ളം കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവർ വെള്ളം പോലെ ആക്കരുത്, നല്ല കുറച്ച് കുറുമ പോലെ ഉണ്ടാകണം. ഇതുപോലെ ഉണ്ടാകണം. ഒന്ന് നല്ലോണം ചൂടാകണം. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ ചപ്പാത്തിയെല്ലാം നമുക്കൊന്ന് നല്ലോണം പരത്തി ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ പരത്തി നമുക്ക് ചപ്പാത്തി ചൂടാം. ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. ഇനി ടൈമില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ ഉസ്താദിന് ടൈമായി. അപ്പോൾ ഓരോന്ന് പരത്തി കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉസ്താദിൻ്റെ ടിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായി എണ്ണി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 25 ചപ്പാത്തിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 24 തോന്നുന്നു. അങ്ങനെ ഇട്ട് കൊടുത്തു. കറി ഒഴിച്ച് കൊടുത്തു. അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണിത്. നല്ല കറിയും ചപ്പാത്തിയും ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ പിറ്റേന്ന് രാവിലെ വരെ നല്ല ചൂടൊന്നും ആക്കണ്ട, സ്മൂത്താവുന്നു. ചൂടാക്കിയാൽ പിന്നെ പറയണ്ട, അത്രയും ടേസ്റ്റുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.